വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈസ് നോക്കിയാലോ. വായിലിട്ടതാ ഇതേപോലെ സൗണ്ട് കേൾക്കും. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം ആട്ടോ. കാരണം നല്ല ക്രിസ്പിയാണ് ഈ സാധനം. അതേപോലെ ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ഒന്നുമല്ല. കാരണം നമ്മളിത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതാണല്ലോ. അപ്പോൾ വല്ലപ്പോഴും വേണമെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കാം. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇത് പീൽ ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളയണം. എന്നിട്ട് ഇതുപോലെ കഴുകിയിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും വേവിക്കാൻ കേട്ടോ. അതാകുമ്പോൾ ഒറ്റ വിസിൽ മതി. ഞാൻ എന്താണേലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുമായിരുന്നു. ഒരു 10 മിനിറ്റും കൊണ്ട് എന്താണേലും ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലിട്ട് കൊടുത്ത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതേപോലെ അങ്ങ് കുഴച്ചങ്ങ് എടുക്കണം. ഈ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഒരു 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ഇതിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് പരത്തി അങ്ങ് എടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിലും എടുത്തിട്ട് അതിൽ പരത്തിയാൽ മതി. പരത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി തിന്നുമായി പോവില്ല, അതേപോലെ ഒരുപാട് തിക്കുമായി പോവില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം പരത്താൻ. എന്നിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ എണ്ണ തേച്ചേക്കുന്നത് കൊണ്ട് കട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് എടുത്തതിലും കുഴപ്പമില്ല. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിതാ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടങ്ങ് കൊടുക്കണം. എന്നിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാവൂ. അതും പയ്യെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് തന്നെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈസ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.